ചൈനയുടെ ജെ-10ഉം ഫ്രാൻസിന്റെ റഫാലും ഒരേ കൃത്യതയും പ്രഹരശേഷിയും അവകാശപ്പെടുന്ന വിമാനങ്ങളാണ്. രണ്ടും 4.5 ജനറേഷൻ ജെറ്റുകളാണ്. ഇപ്പോൾ രണ്ട് വിമാനങ്ങളുടെയും സ്തുതി പാടുന്നത് ആയുധ വ്യാപാരികളും ഇടനിലക്കാരുമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ ഉപയോഗിക്കുന്ന യൂറോപ്പിന്റെ മെറ്റിയോർ മിസൈൽ സംവിധാനവും ചൈനയുടെ PL-15ഉം നേർക്കുനേർ വന്നു. അവിടെ പാകിസ്ഥാൻ തൊടുത്ത PL-15 മിസൈലുകൾ ഇന്ത്യ വീഴിച്ചു. ചൈനയുടെ PL-15നേക്കാൾ അധീശത്വം മെറ്റിയോറിനാണ് എന്ന് യൂറോപ്യൻ ആയുധ കച്ചവടക്കാർ അവകാശപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ്. പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിലെ 100 ഭീകരരെയാണ് വധിച്ചതായി ഇന്ത്യ അറിയിച്ചത്. റഫാലിന്റെ മാത്രം മികവല്ല ആ വിജയം. റഷ്യയുടെ വിമാനങ്ങൾക്കൊപ്പം റഷ്യയുമായി ചേർന്ന് ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസും കരുത്തു തെളിയിച്ചു. ഇരു രാജ്യങ്ങളും അതിർത്തി കടക്കാതെ നടത്തിയതാണ് ഈ പോരാട്ടം. ഒരേ സമയം 9 ലക്ഷ്യസ്ഥാനങ്ങൾ പാകിസ്ഥാനിൽ ഭേദിച്ച ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ ആത്യന്തിക വിജയിയും. ഇനിയും സ്ഥിരീകരണമില്ലാത്ത വിമാനം വീഴ്ത്തൽ മാത്രമാണ് പാകിസ്ഥാനും ചൈനയും അവകാശപ്പെടുന്നത്. നഷ്ടമുണ്ടായിരിക്കാം എന്ന് ഇന്ത്യ പറയുമ്പോഴും ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ഇന്ത്യയുടെ ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെട്ടില്ല എന്നതായിരുന്നു അത്. ചൈനയും പാകിസ്ഥാനും അവകാശപ്പെടുന്ന വിജയത്തെ സംശയത്തിലാക്കുന്നത് ആ ഘടകമാണ്.